എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് മാർബിൾ കപ്പ് കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. നമ്മൾ ഇതിന് മുൻപ് ഒരു മാർബിൾ കേക്കിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ഫീഡ്ബാക്ക് തന്നിട്ടുള്ളതാണ്. അപ്പോൾ അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കപ്പ് കേക്കാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് അവനിലും അതുപോലെ തന്നെ അവനില്ലാതെയും ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ ഇത് മിക്സ് ചെയ്യാനായിട്ട് ബീറ്ററൊന്നും വേണ്ട, നമുക്ക് വെറൊരു തവിയോ അല്ലാന്നുണ്ടെങ്കിൽ വിസ്കോ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിലും ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കുന്നത് 12 കപ്പ് കേക്കിന് വേണ്ടിയിട്ടുള്ള അളവാണ്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഞ്ഞി പോലുള്ള കേക്കാണ്. അപ്പോൾ അധികം താമസിയാതെ ഈ ഒരു മാർബിൾ കപ്പ് കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. പറയാനുണ്ടോ? എന്താണ് പറയാനുള്ളത്? മോൾക്ക് ഇഷ്ടപ്പെട്ടോ കപ്പ് കേക്ക്? യമ്മി ആയിരുന്നോ? ഒത്തിരി കച്ചെന്ന് വന്നോ? അപ്പൊ എല്ലാരും കണ്ട് ലൈക്ക് ചെയ്യണമെന്ന് പറ. കപ്പ് കേക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ പൊടികളെല്ലാം ഒന്ന് അരിച്ചെടുക്കണം. ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. 240 മില്ലിയുടെ ഒരു കപ്പാണ് എൻ്റെ ഒരു കപ്പ് എന്ന് പറയുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ബേക്കിംഗ് പൗഡർ കൂടി പോകണ്ട, 1 ടീസ്പൂൺ തന്നെ മതിയാകും. ഇതിലേക്ക് 1 നുള്ള് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊരിക്കലും കൂടി പോകരുത്, 1 നുള്ള് മതിയാകും. ഇനി ഇത് ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ബേക്കിംഗ് പൗഡർ മാത്രം ആയാലും ഈ ഒരു കേക്ക് നന്നായി തന്നെ വരും. ഇനി നമ്മൾ ഈ ഒരു കേക്കിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 നുള്ള് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും സോഫ്റ്റ്നെസ്സും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവസാനം 2 ടേബിൾ സ്പൂൺ പാൽ ചേർത്ത് കൊടുത്താലും മതിയാകും. പാൽപ്പൊടി ചേർക്കുമ്പോഴാണ് പക്ഷേ ആ ഒരു പെർഫെക്റ്റ് ടെക്സ്ചറിൽ ഈ ഒരു കേക്ക് കിട്ടുക, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കേക്കിലേക്ക് 3 മുട്ടയാണ് വേണ്ടത്. ഞാനിവിടെ 3 മീഡിയം സൈസിലുള്ള മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ മുട്ടയാണെങ്കിൽ 4 മുട്ട വരെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഈ ഒരു മുട്ടയിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. വാനില എസൻസ് നമ്മൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങിക്കാനായിട്ട് കിട്ടുന്നതാണ്. ഇനി നമുക്കിത് മിക്സ് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു വിസ്കോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു തടിത്തവിയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫോർക്കോ എടുക്കാവുന്നതാണ്. പക്ഷേ വിസ്ക് എടുക്കുമ്പോൾ നമ്മളൊരു 8 മിനിറ്റ് ഇത് ബീറ്റ് ചെയ്യണം. തടിത്തവി ആണെങ്കിൽ അതിൽ കൂടുതൽ സമയം എടുക്കും. അതുപോലെ ഫോർക്കാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും ഇത് ഫ്ലഫി ആയിട്ട് കിട്ടാനായിട്ട്. ഇനി ഇതല്ലാതെ മിക്സിയുടെ ജാറിലിട്ട് നിങ്ങൾക്കിത് ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മളിവിടെ ഒരു സ്റ്റാൻഡ് മിക്സറാണ് എടുക്കുന്നത്. ഈ ഒരു സ്റ്റാൻഡ് മിക്സറിൽ വിസ്ക് ബ്ലേഡ് ഇട്ടാണ് നമ്മൾ ബീറ്റ് ചെയ്യേണ്ടത്. ഹൈ സ്പീഡിൽ തന്നെ ഇത് ബീറ്റ് ചെയ്യുക. അപ്പോൾ കേക്ക് സോഫ്റ്റായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ആ ഒരു മുട്ട ബീറ്റ് ചെയ്യുന്നതിലാണ് ആ ഒരു ഫ്ലഫിനെസ്സും സോഫ്റ്റ്നെസ്സും ഇരിക്കുന്നത്. അപ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ കേക്ക് നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഹൈ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു മുട്ടയുടെ വോളിയം നന്നായിട്ട് കൂടും. നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ആ ഒരു ബാറ്റർ ഫ്ലഫി ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ അറിയാം ആ ഒരു കേക്കിൻ്റെ സോഫ്റ്റ്നെസ്. ഇപ്പോൾ നമ്മുടെ എഗ്ഗ് നന്നായിട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര എന്ന് പറയുമ്പം 1 കപ്പ് പഞ്ചസാരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പൊടിക്കാത്ത ചെറിയ തരികളുള്ള പഞ്ചസാരയാണ്. പഞ്ചസാര 1 കപ്പ് മുതൽ നിങ്ങളുടെ മധുരം അനുസരിച്ചിട്ട് കൂട്ടാം. 1 കപ്പ് മതിയാകും ഒരു സാധാരണ മധുരത്തിന്. അപ്പോൾ ഈ ഒരു പഞ്ചസാര ഒന്ന് അലിയുന്നത് വരെ ഹൈ സ്പീഡിൽ വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിലോ മണമില്ലാത്ത ഏത് ഓയിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് എടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ബട്ടർ ഉരുക്കിയിട്ടായാലും ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾ സോഫ്റ്റൻഡ് ആയിട്ടുള്ള, അതായത് റൂം ടെമ്പറേച്ചറിലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ ആണെങ്കിൽ ആദ്യം ബട്ടറും പഞ്ചസാരയും കൂടെ ബീറ്റ് ചെയ്തിട്ട് വേണം മുട്ടയിട്ട് ബീറ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മുടെ പഞ്ചസാര, മുട്ട, എണ്ണ ഇത്രയും കൂടെ നമ്മൾ ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വിസ്ക് അറ്റാച്ച്മെൻറ്റ് അങ്ങ് മാറ്റാം. ഇനി നമ്മളിത് ഫോൾഡ് ചെയ്താണ് എടുക്കുന്നത്. ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഈ ഒരു സ്റ്റാൻഡ് മിക്സർ ആണെങ്കിൽ ഇതുപോലെ ബീറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലേഡ് ഉണ്ട്, അപ്പോൾ അതിടുക. അല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് ഒരു സ്പാറ്റില വെച്ചിട്ട് ബീറ്റ് ചെയ്താലും മതിയാകും. ഇതിലേക്ക് പൊടി കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. പൊടി ഇട്ട് കൊടുത്താൽ ഒരുപാട് ഇത് ബീറ്റാക്കി എടുക്കരുത്. അപ്പോൾ പതുക്കെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾ പാൽപ്പൊടി ആദ്യം ചേർത്തില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് റൂം ടെമ്പറേച്ചറിലുള്ള 2 ടേബിൾ സ്പൂൺ പാൽ കൂടെ ഒഴിച്ചിട്ട് ഇത് ബീറ്റ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് ഇത് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്പാറ്റിലയോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമുക്കിത് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. ആ ഒരു മാർബിൾ കപ്പ് കേക്കാണ്, അപ്പം കുറച്ച് ചോക്ലേറ്റും
കൂടുതൽ വാനിലയും വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു കപ്പ് കേക്ക് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് പകുതി എടുക്കാം, പകുതി വാനിലയും പകുതി ചോക്ലേറ്റും ആക്കിയും എടുക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ചാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൊക്കോ പൗഡറിൽ എപ്പോഴും ഇങ്ങനെ കട്ട കെട്ടിയിട്ടുണ്ടാവും, അപ്പോൾ അതൊന്ന് അരിച്ചിട്ട് വേണം എപ്പോഴും നമ്മൾ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ കൊക്കോ പൗഡർ കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഈ ഒരു ബാറ്റർ ഒത്തിരി കട്ടിയാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പാലൊഴിച്ചിട്ട് നിങ്ങൾക്ക് ലൂസാക്കി എടുക്കാം. പാലൊഴിക്കുമ്പോൾ ഒരുപാടങ്ങ് കൂടിപ്പോയത് കുറേശ്ശെ മാത്രം ഒഴിച്ചിട്ട് നോക്കുക. ഇവിടെ ഞാൻ പാലൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇനി നമുക്ക് ഈ ഒരു ബാറ്റർ കപ്പ് കേക്കിൻ്റെ മോൾഡിലേക്ക് ഒന്ന് മാറ്റാം. കപ്പ് കേക്കിൻ്റെ മോൾഡ് എന്ന് പറയുമ്പോൾ പേപ്പർ മോൾഡ് വാങ്ങിക്കാനായിട്ട് കിട്ടും, അല്ലെങ്കിൽ കപ്പ് കേക്കിൻ്റെ ടിന്നുണ്ടാകും. അപ്പം ഇതൊന്നും നിങ്ങളുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും കപ്പോ അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റീൽ ഗ്ലാസ്സോ ഏതായാലും മതിയാകും. അപ്പോൾ നമ്മൾ ഓവനില്ലാതെ ചെയ്യുകയാണെങ്കിൽ സ്റ്റീൽ ഗ്ലാസ് ഒക്കെ നിങ്ങൾക്ക് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പേപ്പർ കപ്സും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ കുറേശ്ശെ വാനിലയും ചോക്ലേറ്റും ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒരു സ്ക്യൂവർ വെച്ചിട്ടൊന്ന് ഇതുപോലെ ഒരു ഡിസൈൻ ആക്കി കൊടുക്കുക, നമ്മൾ സാധാരണ മാർബിൾ കേക്കിലൊക്കെ ചെയ്യുന്ന പോലെ. അപ്പോൾ മാർബിൾ കേക്ക് ചെയ്ത അതേ രീതിയാണ്, പക്ഷെ നമ്മൾ കപ്പ് കേക്കിലാക്കിയാണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ 12 കപ്പ് കേക്കിൻ്റെ മോൾഡിൽ നമ്മൾ ഈ ഒരു ബാറ്റർ ആക്കിയിട്ടുണ്ട്. ബാറ്റർ നിറയ്ക്കുമ്പോൾ 1/4 പരുവം മാത്രം നിറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ബേക്ക് ചെയ്യുന്നത് 170 ഡിഗ്രിയിൽ 15 മിനിറ്റാണ് എൻ്റെ ഈ ഒരു ഓവനിൽ. അപ്പോൾ ഓരോ ഓവൻ്റെ ടെമ്പറേച്ചറും അതുപോലെ തന്നെ സെറ്റിങ്സും ഒക്കെ വ്യത്യസ്തപ്പെട്ടിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഓവൻ്റെ ടൈമും അനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ബേക്ക് ചെയ്യാം. അപ്പോൾ 10 മിനിറ്റൊക്കെ വെച്ചിട്ട് നിങ്ങൾ നോക്കുക, ഈ ഒരു കേക്ക് നന്നായിട്ട് ബ്രൗണായി പൊങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം ഇടയ്ക്ക്. അപ്പോൾ ഞാനിവിടെ വെച്ചിരിക്കുന്നത് 170 ഡിഗ്രിയിൽ 15 മിനിറ്റാണ്. ഇപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കേക്കെല്ലാം ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം മുകൾ ഭാഗം ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. അതുപോലെ നമുക്കൊരു ടൂത്ത് പിക്ക് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കുമ്പോൾ നല്ല ക്ലീൻ ആയിട്ടും വരണം. അപ്പോൾ ഇനി ഇത് തണുത്തതിന് ശേഷം മാത്രം നമ്മൾ കഴിക്കാം. അത് കുറച്ചിരിക്കുമ്പോഴാണ് ആ ഒരു കപ്പ് കേക്കിന് കറക്റ്റ് ഒരു അടിപൊളി ടേസ്റ്റ് കിട്ടുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ബേക്കറിയിൽ കിട്ടുന്ന അതേ രീതിയിലുള്ള കപ്പ് കേക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ടൂത്ത് പിക്ക് ഇപ്പോൾ നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിന് മുകളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രോസ്റ്റിംഗ് ഒക്കെ ചെയ്യാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മളിതിന് മുൻപ് വാനില കപ്പ് കേക്ക്, അതുപോലെ തന്നെ ഗീ കപ്പ് കേക്ക് അതൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബനാന കപ്പ് കേക്ക്, ചോക്ലേറ്റ് അതൊക്കെ നമ്മൾ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കേക്കിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു പ്ലേലിസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ അത് കണ്ടു നോക്കിയിട്ടില്ലാത്തവർ അതുകൂടി ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ ഈ ഒരു കേക്കും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫോട്ടോസൊക്കെ നമ്മുടെ ഇൻസ്റ്റയിലേക്കോ ഫേസ്ബുക്കിലേക്കോ മെയിലിലേക്കോ സെൻഡ് ചെയ്ത് തരിക. അപ്പം പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്